പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്ത എം വി ഗോവിന്ദൻ സംസാരിക്കുകയാണ്. ഒരു പുതിയ സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ സാഹചര്യം, ആരോഗ്യ മേഖലയിൽ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ പദ്ധതികൾ, ആർദ്രം പദ്ധതി ഉൾപ്പെടെ, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കേഡസ് ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള അതിശക്തിയായ മുന്നേറ്റം, വ്യാവസായിക മേഖലയിൽ നമുക്കറിയുന്നത് പോലെ 3 ലക്ഷത്തിലധികം വരുന്ന സംരംഭ പ്രവർത്തനങ്ങൾ, 7 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യം, 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന പ്രഖ്യാപിതമായ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യം, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതികൂല സാഹചര്യത്തിൽ തന്നെ. എന്നാൽ നമുക്കിതിനും മുന്നോട്ടേക്ക് പോകാനാവണം. നമ്മുടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാനാവണം. അതുപോലെ തന്നെ പിന്നണിയിൽ കിടക്കുന്ന ജനതയെ മുന്നോട്ടേക്ക് നയിക്കാനാവണം. അതാണ് ബദൽ. ആ രീതിയിൽ നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് കുതിക്കാൻ നവകേരള സൃഷ്ടിക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ ചേർന്ന് കൂട്ടായ ഒരു ശ്രമം നടത്തിയാൽ കേരളം എങ്ങനെ വളരുമെന്ന കാര്യം ഞാൻ പറയാതെ വിസ്മയത്തോടു കൂടി നമുക്ക് ഓർക്കാം. നമ്മുടെ സമ്പത്ത് മുഴുവൻ ശേഖരിക്കാനുള്ള ശേഷി നമുക്ക് നേടാനായാൽ കേരളം വമ്പിച്ച രീതിയിൽ മാറ്റത്തിലേക്ക് കുതിക്കും. ഇങ്ങനെ ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാൻ ഒരു 10-20 വർഷം കൂടി കഴിയുമ്പോഴേക്ക് ലോകത്തെ വികസിത രാജ്യങ്ങളിലെ, അവികസിത രാജ്യങ്ങളല്ല, വികസിത രാജ്യങ്ങളിലെ, അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ലോകോത്തരമായ പദ്ധതിയാണ് നവകേരളത്തിന്റെ ഭാഗമായിട്ട് പുതുവഴികളിലൂടെ ഈ കേരളം നേടാൻ പോകുന്നത്. അതിനുവേണ്ടി അതിശക്തിയായ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ നമുക്കാവണം. എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തെ നവീകരിക്കാനാവണം. ആ നവീകരണ പ്രക്രിയയിലാണ് ഗവൺമെന്റ്. അതിന് പരിപൂർണമായ പിന്തുണ നൽകിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ ഈ പരിസ്ഥിതിയിൽ നമുക്ക് നമ്മുടെ പാർട്ടിക്ക് അതിശക്തിയായ രീതിയിൽ രാഷ്ട്രീയവൽക്കരണത്തിലൂടെ നമ്മുടെ 5.5 ലക്ഷത്തോളം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 38,000-ലധികം വരുന്ന ബ്രാഞ്ചുകളുണ്ട്. 2,444 ലോക്കൽ കമ്മിറ്റികളുണ്ട്. ഈ സംഘടനാ രംഗത്ത് അണിനിരന്ന മുഴുവൻ പാർട്ടി സഖാക്കളെയും പാർട്ടി മെമ്പർമാരെയും പാർട്ടി കേഡർമാരെയും രാഷ്ട്രീയവൽക്കരണത്തിലൂടെ മുന്നോട്ടേക്ക് നയിച്ച് സംഘടനാബോധവും രാഷ്ട്രീയബോധമുള്ളവരാക്കി മാറ്റി തെറ്റായ എല്ലാ പ്രവണതകളിൽ നിന്നും അവരെ മോചിപ്പിച്ച് ഈ നാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പാർട്ടി നേതൃത്വമായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കുമ്പോഴാണ് വിശ്വസ്തയോടെ മനുഷ്യർ കാണുന്ന ആൾരൂപമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുള്ള അംഗീകാരവും നേതാക്കന്മാർക്കുള്ള സ്വീകാര്യതയും നേടിക്കൊണ്ടാണ് പാർട്ടിക്ക് വളരെ വേഗം വളരാൻ സാധിക്കുക. അങ്ങനെ തെറ്റായ എല്ലാ പ്രവണതകൾക്കുമെതിരായി ഈ നാട് സ്നേഹിക്കുന്ന, നാട്ടുകാർ അംഗീകരിക്കുന്ന നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി നയിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ അതിനുതകുന്ന രീതിയിലുള്ളൊരു സമ്മേളനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഐകണ്ഠ്യമായിട്ട് നമുക്ക് സംസ്ഥാന കമ്മിറ്റിയെ തീരുമാനിക്കാനായി. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ നമ്മൾ പുതുതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് പാർട്ടിയാകെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കണം. അതിന് ഈ കൊല്ലത്തെ ജനാവലി സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ചെലവുകൾ നിർവഹിക്കുന്നതിന് പാർട്ടി മെമ്പർമാരും കുടുംബങ്ങളും കാണിച്ച ഏറ്റവും ആവേശകരമായ പിന്തുണ അത് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഓരോ വീട്ടിലും അവർ സ്ഥാപിച്ച കുണ്ടിയ ബോക്സിൽ കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയിൽ ആ കുടുംബാംഗങ്ങൾ, ചിലപ്പോൾ കുടുംബനാഥൻ മരിച്ചുപോയ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വെച്ച കുണ്ടികയിൽ 100, 150, 200, 1000, 1500 രൂപയാണ് നിക്ഷേപിച്ചത്. ഞങ്ങളിത് ഓരോന്നും ഇപ്പോൾ ശേഖരിച്ച് വരികയാണ്. ഏതാണ്ട് അതിൻ്റെ അവസാനമായി 2,50,00,000 രൂപയാണ് പാർട്ടി കുടുംബാംഗങ്ങളിൽ നിന്ന് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ശേഖരിച്ചത്. അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പ്രവർത്തനത്തിന് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ തന്നെ ചെലവ്. ആ ചെലവിലൂടെയാണ് ഈ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നത്, പൊതുവെ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഈ സമ്മേളനത്തിൻ്റെ അനുബന്ധമായി നടത്തിയ ഒരുപാട് പദ്ധതികൾ, പരിപാടികൾ, അതെല്ലാം ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളിന്ന് കണ്ടു, ജനകീയ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം. കേരളത്തിൽ വർഗീയ ശക്തികൾ പിടിമുറുക്കുന്ന ഇന്ത്യയിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലും
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ആകെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ നമുക്ക് സൂക്ഷ്മാംശത്തിൽ വളരെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാവണം. അതിന് പാർട്ടിയാകെ സജ്ജമാക്കണമെന്ന ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായും വർഗീയ ശക്തികൾക്കെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ സംഘടനാപരമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞാൽ മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഒരു സംശയവുമില്ല, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം ടേമാണിത്. 3ാം ടേമിലേക്കാണ് നമ്മുടെ യാത്ര. ആ 3ാം ടേമിലേക്ക് കേരളത്തെ നയിക്കത്തക്ക രീതിയിലുള്ള പ്രസ്ഥാനത്തിൻ്റെ കരുത്തായി CPM-നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക.